അപ്പൊ ഇന്ന് സ്റ്റീവിന്റെ ബാഗും കൊണ്ട് സ്കൂളിൽ പോകാൻ പോണ ദിവസമാണ്. കണ്ണിലില്ല സ്റ്റീവിനെ. അപ്പൊ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് സ്കൂൾ ഉണ്ടായില്ലല്ലോ. ഇന്നലെ അവൻ കുറെ പ്രാവശ്യം സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞു. ഇന്ന് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇൻറ്റേക്കാണ് കേട്ടാ. ഗുഡ് മോർണിംഗ് സ്റ്റീവ്. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് അമ്മ. സണിയേട്ടൻ എന്താ ഇവിടെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗ്രേസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗ്രേസിന് സ്കൂളുണ്ടോന്ന്. ലൈറ്റ് കാണൂല്ലേ? ലൈറ്റ് കുറവുണ്ടോ? മൊത്തത്തിൽ ഇരുട്ടാന്ന് തോന്നുന്നു. പിന്നെന്താ, അമ്മ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റീവിന് ഉരുളക്കിഴങ്ങാണല്ലോ ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഇന്ന് ലഞ്ചിന് ഉരുളക്കിഴങ്ങ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കണം. അപ്പം അത് റെഡിയാക്കി അവനത് കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ, അതിന് വേണ്ടി മാത്രം. ഇനി അവനെ കുളിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ. ആള് ടീച്ചർമാരെയും കുട്ടികളൊക്കെ എന്താ പറയുക, അവൻ്റെ ബാഗ് കാണിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. എക്സൈറ്റ്മെൻറ്റ് പോണേക്ക് മുമ്പ് വേഗം കുളിപ്പിച്ച് റെഡിയാക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പോകണ്ടെന്ന് പറയും. ബാഗ് അവിടെ എടുത്തു വെക്കി. ബാഗ് അങ്ങനെ വരച്ചുകൊണ്ടാണ് ബാഗ് മഴുക്കാവില്ലേ? അവിടെ മറ്റേ സെറ്റിമ കൊണ്ടുപോയി. സ്നാക്സ് വെച്ചായിരുന്നോ? സ്നാക്സ് വെച്ചേരാട്ടാ. കുളിച്ചിട്ട് കൊച്ചു സ്റ്റീവിന്റെ കുളിയൊക്കെ കഴിയില്ലേ? കുളിച്ച് കഴിയുമ്പോഴേക്ക് അമ്മ ലഞ്ചും സ്നാക്സ് ഒക്കെ വെക്കും. ഓക്കെ, അമ്മ വെക്കാട്ടാ. അപ്പൊ ഇനി അവനെ വിടാനുള്ള കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ട് കാണാം. അമ്മ വരാം. കുളി കഴിഞ്ഞ ഒരാള് വന്നിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ വെച്ചു. ഇനി ബിസ്ക്കറ്റ് അപ്പൊ മേടിച്ചോണ്ട് വരും. അപ്പ മേടിച്ചോണ്ട് വരും. ഹലോ, ആരെ ഇന്ന് സ്കൂളിൽ പോകാൻ പോണേ? ഗ്രേസ്. സ്റ്റീവ് പുതിയ ബാഗ് കൊണ്ടുപോണ്ടേ. അപ്പൊ ആര് സ്കൂളിൽ പോകാൻ പോണേ? സ്റ്റീവ്. ചേച്ചിന്റെ സ്കൂളിൽ പോകണം. ഞാൻ വെറുതെ പറയണ്ട. കഴിക്കാം. എങ്കില് അത് സീത, എന്റെ തല എവിടെയാ? തല എവിടെയാ? ഹലോ പറയ്. സ്റ്റീവിന്റെ സ്പൈഡർമാനെ കാണിക്ക്. വെബുള്ളി വെക്കി. അങ്ങനെയല്ല തിരിച്ചു വെക്കി. അങ്ങനെയല്ല. അയ്യോ, വീണ്ടും സ്കൂളിൽ തരും. എന്റെ പാത്രം കൊടുക്കണേ. എന്റെ പാത്രം കൊടുക്കണേ. അവന്റെ പാത്രം പൊട്ടിച്ചില്ലേ? എപ്പോ? അപ്പൊ പിന്നെ നിന്റെ പാത്രം ഉണ്ടല്ലോ. അപ്പൊ സ്റ്റീവിന് പാത്രം കൊടുക്കണ. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഈ പാത്രം യൂസ് ചെയ്യുമ്പോ അവന് ഏത് പാത്രം യൂസ് ചെയ്യാ? അവന് വേറെ പാത്രം മേടിക്കും. അവന് പുതിയ ബാഗ് മേടിച്ചോ. ഇനി അവന് പുതിയ വാട്ടർ ബോട്ടിൽ മേടിക്കണം. അല്ല, വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ. നമുക്ക് സ്റ്റീവിന്റെ സ്പൈഡർമാൻ സ്പിന്ന് നോക്കിയാലോ? ബാഗ് പോയി നോക്കാം. ബാഗ് പോയി നോക്കാം. അയ്യോ, നമുക്ക് ചിക്കൻ റോയി വന്നിട്ടല്ലേ. ഹലോ ചിക്കൻ. ഹലോ സ്പൈഡർമാൻ. ആന്റിമാനോ പറയൂ, പുതിയ ചെടി വെച്ചൊന്ന് പറയ്. എന്താ ചെടിയില് വെച്ചു? പുതിയ ചെടി വെച്ചു. പുതിയ ചെടി വെച്ചു. കാണിക്ക.
തൊട്ട് കാണിച്ച് ഏതാ ചെടി തൊട്. മാമന്റെ അടുത്ത് പോയിട്ട് വന്നാലോ? ഹായ് പറയോ? വീഡിയോ എടുക്കുന്നതാ. ഹായ് പറയേ. ഓക്കെ കാർ എടുത്തിട്ട് വാ. കാർ എടുത്തിട്ട് വാ. ചേച്ചി ബാക്കി ഇരിക്കട്ടെ. അമ്മേ പാട്ട് ഡാൻസ് കളിക്കാറ്റില്ലേടാ. ആ അപ്പേ മിടു പിള്ളേരെ കൊണ്ട് പോവാൻ പോണ്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോണേ. ഇന്ന് വൈകുന്നേരം അവിടെ ചെറിയൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. അതിന് അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഓ ബാഗ് കാണിക്കാണ്. സ്പൈഡർമാനും കൊണ്ട് സ്റ്റീവ് പോണ്. ഞാനീ പോണേ തുമ്പിയോ? അമ്മയ്ക്കും കണ്ണാടിയുണ്ട്. കണ്ണാണില്ലേ, ഭയങ്കര വെയിലടിക്കുമ്പോ ഇതിങ്ങനെയാണ് പോണേ. അമ്മയ്ക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ ഇവൾക്ക് മേടിക്കാൻ കുഞ്ഞിതേനെ കൈ കറുത്തു. ഇത് നല്ല സാധന. ഭയങ്കര വെയില് അയ്യോ ഷൂ ഇടിച്ചില്ലേ കൊച്ചിനെ. മേടിക്ക് ഗ്രേസാ. ഗ്രേസ് എടുത്തിട്ട് വാ. ദേ ഇരിക്കുന്നു ഷൂ. ടാറ്റാ. എൻ്റെ ചെടിയുടെ അപ്ഡേറ്റ് ഒന്ന് കാണിക്കട്ടെ. എൻ്റെ ചെടി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ചില മാത്രം ഒരു പച്ചപ്പ് ഉണ്ടായിരുന്നു. അതും ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ആ അപ്പയുടെ ചെടി കട്ടിയില്ല. അപ്പം നട്ടതല്ലേ, വലുതാവട്ടെ. ഈശോയോട് പ്രാർത്ഥിക്ക് അപ്പയുടെ ചെടിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് വലുതാവാൻ. ഈശോയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈശോ എൻ്റെ കൂടെ ഉണ്ടാവണമേ. കൊടുക്കോ ഈ കാര്യം കണ്ടി മണ്ണൊക്കെ കാണാം. അപ്പ എവിടെ വെക്കണേ? വെക്കാൻ വേറെ സ്ഥലം ഇല്ലല്ലോ. അത് ടൈലിന്റെ പീസാ. ടൈലില്ലേ അതിന്റെ പീസ്. ഓക്കെ സുന്ദര ചേച്ചി വണ്ടി ഒന്ന് കഴുകാട്ടാണെങ്കിൽ ഇവരാ ചെടിയിൽ വാരി കളിച്ചിട്ട് കുറച്ച് ചെടി വാരി അതിന്റെ സൈഡിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മോളം തിരിച്ചേ ഗ്രേസ് ഒന്ന് എടുത്തിട്ട് വന്നു നമ്മുടെ വാച്ച്. ഇങ്ങോട്ടാ പോകണേ സ്പൈഡർമാൻ? ദൂരണോ ബാഗ്? അവിടെ വെക്കണോ? ഏയ് വരാൻ പാടില്ല. ഓ ചേച്ചി വരട്ടെ. പോകാം. വെള്ളക്കുപ്പി വെക്കാൻ പിടിക്കാൻ പറ്റുന്നില്ലേ? ഒന്ന് താഴത്ത് വെക്കട്ടെ. ഒന്ന് വെള്ളം കുപ്പി ഒരു വണ്ടിയിൽ വെക്കുന്നോ? അത് ഇവിടെ സപ്പോർട്ട് ചെയ്ത് വെക്കാം. എവിടെ വെള്ളം കുപ്പി? വെള്ളം കുപ്പി സൈഡിലായിരുന്നല്ലോ. സൈഡിലേക്ക് വരും. നല്ല വെയിറ്റ്. സ്പൈഡർമാൻ എന്ത് വെള്ളം കുപ്പി അല്ലേ? സ്ട്രോങ് ആണ്. ഞാൻ എടുത്തിട്ടോ. എന്തേ ബാഗ് അതിന്റെ പുറത്തിട്ട് കൊടുക്കുക അല്ലേ? ഓ കുഴപ്പമില്ല. സ്പൈഡർമാൻ സ്ട്രോങ് ആണ്. ചേച്ചിയുടെ മേത്തിട്ടല്ലോ. ചേച്ചിയുടെ മേത്തിടാ. ഗ്രേസ് ഇട്ടാ അവിടെ ചെല്ലുമ്പോ കൊടുക്കണം കേട്ടാ. അമ്മ ചേച്ചിനെ ഇട്ടിട്ട് പോണേ. ചേച്ചി അവിടെ ചെല്ലുമ്പോ കൊച്ചിന് കൊടുക്കണം. സ്റ്റീവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചേച്ചി. ഓക്കെ ഓക്കെ ആണോ സ്റ്റീവേ? പോവാ നമുക്ക്.
ഞാൻ വേഗം പോയിട്ട് വരാം. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കും കേട്ടോ. ആ എടുത്തു വെച്ചാൽ നിൽക്കല്ലേ അത്രയും കഴിച്ചാൽ മതി. ഇജ് ബാക്ക് എടുക്ക്, ബാക്ക് ഗ്രേസ് പാവാട നേരെ ഇട്. ഒന്ന് എനിക്ക് കാല് കുത്തും. ഓക്കെ അല്ലേ? ഇച്ചിരി ഇരുന്നോട്ടാ. നമ്മള് പോകുന്നേ ഫ്രണ്ടിൽ കയറി വരും. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ. ഇതെവിടെ മുഖത്തുള്ളത്? അപ്പോൾ ഉറങ്ങൂലടാ, അപ്പൊക്ക് എഡിറ്റ് ചെയ്യാണ്ട്. ആ കൊച്ചിന് എന്തൊരു സ്നേഹം നോക്കിയാൽ അപ്പോൾ അപ്പോൾ ഉറങ്ങിക്കോളാൻ. ടാറ്റാ. അപ്പം അവരങ്ങനെ പോയി. ഇനി മിഡു കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് അവിടെ നിന്ന് മിഡുവിൻ്റെ വീട്ടിലൊക്കെ പോയി അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും വരായിരിക്കാം. അപ്പോൾ അതുവരെ എനിക്ക് ഇക്കോണമിയുടെ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് പിള്ളേർക്ക് കൊടുത്ത ചോറിൻ്റെ ബാക്കിയെന്ന് തോന്നും. അതിൽ അച്ചാറിട്ട് എനിക്കും വെച്ചിട്ടുണ്ട് കുഞ്ഞൊരു കോപ്പയിൽ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഉരുളക്കിഴങ്ങും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള കറിയും അച്ചാറും കൊള്ളാം. ടേസ്റ്റിയാണ് എന്തായാലും. മിഡു സാധാരണ അച്ചാറുണ്ടാക്കുമ്പോഴേ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് എന്തോ കറക്കി സർലാസ് എന്താണ് എരിവോറെന്ന് പറഞ്ഞ പോലെ അച്ചാറുണ്ടാക്കുമ്പോൾ പിള്ളേരെ കൊള്ള കാരണം വളരെ കുറവ് എരിവിട്ടുള്ളായിരുന്നു. ഇതേ നിർബന്ധിച്ച് എരിവിട്ടതാണ്. എന്നിട്ടായാലും ആ എരിവ് നന്നായിട്ട് വന്നപ്പോൾ അച്ചാറ് ഭയങ്കര ഹെവി, നല്ല രസമായി. ഞാനത് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ സ്റ്റീവിനെ ആക്കി ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ദേ ഞാനും ഗ്രേസും വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇവിടെ ഏകദേശം കുക്കിങ്ങൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇന്നലെ തന്നെ ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബാക്കി പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മീൻകറി വയ്ക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ബീഫ് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോസ്മേരിയൊക്കെ ഉണ്ട് ഇവിടെ. ജാസ്മി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് എത്തും. അപ്പോൾ ഓരോരുത്തരുടേതായ രീതിയിൽ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം മമ്മയുടെ ചേച്ചിമാരും ആങ്ങളെയും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ദിവസമാണ്. അപ്പോൾ അവർ വന്നേക്കാൻ മുമ്പ് വേഗം കുക്കിംഗ് പണികളെല്ലാം തീർക്കണം. അപ്പോൾ ഡാഡിയാണെങ്കിൽ ഇവിടെ ഡാഡിയുടേതേ സ്പെഷ്യൽ രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരിമീൻ വറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പള്ളിയിൽ അച്ഛന് കൊണ്ടുപോകാൻ വേണ്ടി ഡാഡി റെഡിയാക്കുന്നതാണ് ഡാഡിയുടേതേ സ്പെഷ്യൽ രീതിയിൽ. ഗ്രേസ് ഇങ്ങനെ വന്നപ്പോൾ നല്ല എനർജി ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ബോറടിച്ച് തുടങ്ങി. കാരണം ആരുമില്ലായിരുന്നു കളിക്കാൻ. ഈ മനു സമ്മർ ക്യാമ്പിന് പോയേക്കാണ്. പിന്നെ ജെയ്സ് റബേക്കൊക്കെ ഇപ്പോൾ വരുന്ന കേട്ടപ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ട് ആൾക്കിപ്പോൾ. ഇപ്പോൾ അകത്തിരുന്ന് അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. TV വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പോർക്കും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ബാക്കി സർലാസൊക്കെ റെഡിയാക്കാനും ഒക്കെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള സവോള റോസ്മേരി ക്ലീൻ ചെയ്ത് തന്നു. ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ. ഈ കത്തിയൊക്കെ അവിടെ നിന്ന് മേടിച്ചമ്മ. ഈ കത്തി ഞാൻ കണ്ടത്. ഞാൻ കണ്ടു. അപ്പോൾ കരിമീനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മമ്മി മീൻകറിക്കുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മീൻകറി അടുപ്പത്ത് കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നിർത്തിവെച്ച് നമ്മുടെ ചെടി നടൽ തുടങ്ങാൻ പോവാണ്. നേരം 11:30-12 മണിയൊക്കെ ആയി. പക്ഷേ അതിന് നടാൻ പറ്റിയൊരു സമയം നോക്കി എന്നിട്ട് നടാൻ പറ്റണല്ലേ. നല്ല വെയിലുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അതിന് സമയം കിട്ടില്ല. ഇത് കണ്ടോ, ഇതൊക്കെ ഇന്നലെ നനച്ചതാണ്. എങ്കിലും ഈ നേരമായപ്പോഴേക്കും ഇതൊക്കെ വാടി തുടങ്ങി. പക്ഷേ അതിനൊരു കുഴപ്പമില്ല.
എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇവരൊക്കെ വിചാരിച്ച് നേരെ അവിടെ സൈഡിൽ നട്ടു പോകാമെന്ന്. അപ്പം ഞാൻ ചെയ്യട്ടെ. മിഡു പോയിട്ട് വന്നിട്ടില്ലേ, മിഡും ഗ്രേസും കൂടി നേരത്തെ പറഞ്ഞില്ലേ മിഡുവിൻ്റെ വീട്ടിലേക്ക് പോയേക്കാം. ഇന്ന് എല്ലാവരും കൂടി വൈകുന്നേരം അവിടെ കൂടണുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് വേണ്ടി പോയേക്കണം. ഞാൻ ആ ചെടി നടാനായിട്ട് എല്ലാവരും എടുത്ത് ഇറങ്ങി. പക്ഷേ ഞാൻ വീണ്ടും ചിന്തിച്ച് നോക്കിയപ്പോൾ ഞാനിതിനാ സൈഡിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ പേൾ ഗ്രാസ് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പണിയായിരിക്കും. ഇപ്പം തന്നെ അവിടെ നമ്മൾ ആ മരം കുഴിച്ചിട്ടുമല്ലോ, ഗോൾഡൻ കളർ, യെല്ലോ കളർ, അതിൻ്റെ അടുത്ത് പോലും നമുക്ക് നമ്മുടെ ലോൺ മൂവർ കൊണ്ടു ചെല്ലാൻ പറ്റില്ല. ആ ഏരിയ നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്യേണ്ടി വരും. വെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ മെഷീൻ കയറില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇടവിട്ടിപ്പോൾ ഈ സാധനത്തിന് നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കൈകൊണ്ട് വെട്ടേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു വേണ്ടാന്ന്. ആ പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്യണം, ഇതിനെ അവിടെ നടാനുള്ളത്. കാരണം എനിക്ക് തന്നെ ഇരട്ടിപ്പണിയാവും, ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. അതുപോലെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇത് നശിച്ചുപോയി, ഇത് കുറേ വർഷങ്ങൾ പഴക്കമുണ്ട്. പക്ഷേ ഈ ചെടി എങ്ങനെ എന്തൊക്കെ വളം കൊടുത്തിട്ട് എന്തുകൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കണുള്ളൂ. ഇതിനൊന്ന് റെഡിയാക്കി കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ. പക്ഷേ എനിക്ക് ഈ ചെടി മേടിക്കണമെന്നുണ്ട്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഞങ്ങളുടെ ഇവിടെ തന്നെ നഴ്സറികളിലൊന്നും നോക്കിയിട്ട് സാധനം കാണുന്നില്ല. ഇപ്പോൾ നല്ല ലൈറ്റ് പച്ച കളറായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഈ സൈഡിൽ ചെടികൾ ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായാലേ ഈ മുകളിലേക്ക് നന്നായിട്ട് വളർന്നു നിൽക്കണ്ടല്ലോ. ഇവരുടെ ഒക്കെ വേറെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇത് കണ്ട, അതുകൊണ്ടാണ് ഇവരൊക്കെ വളർന്നു നിൽക്കണേ. ഇവരങ്ങനെ തന്നെ നിൽക്കട്ടെ. എടുത്ത് മാറ്റാൻ പറ്റുന്ന കുറച്ച് ഞാൻ ഇവിടെ നിന്നെടുത്ത് മാറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ അളിയൻ വരും, അളിയനെ ഇഷ്ടപ്പെടില്ല. കാരണം മതിലിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ട്. മതിലിൻ്റെ അടിയിൽ ഞാൻ കുത്തി തുളഞ്ഞതിൻ്റെ വേരെങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ പറിക്കാൻ പണിയായിരിക്കും. ഇന്നലെ നമ്മൾ വെട്ടിയ ചെടിയുടെ കമ്പുകൾ കുറച്ച് അവിടെ വീട്ടിൽ കൊണ്ട് നടാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കായിരുന്നു ഇത്ര നേരം. അടുത്തത് നമ്മുടെ പരീക്ഷണേ, നമ്മുടെ ക്രോക്സ് എത്ര കഴുകിയിട്ടും അത് ക്ലീൻ ആവണില്ല. അതിന് അഴുക്ക് എന്തിട്ട് എന്തോരം ഉരച്ചിട്ട് സോപ്പ് എടുത്തിട്ടിട്ട് ഒന്നും പോകണില്ല. അപ്പം ഞാൻ ക്ലോറക്സ് എടുത്തിട്ട് ഈ സൈഡിലൊരു തുള്ളി ഒന്ന് തേച്ച് നോക്കിയപ്പോൾ വൈറ്റ് കളർ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇത്തിരി ക്ലോറക്സ് വെള്ളത്തിൽ മുക്കിയിടാം. എന്താവും അറിയില്ല, ചിലപ്പോൾ നശിച്ചു പോവും, ചിലപ്പോൾ രക്ഷപ്പെടും. എൻ്റെ അളിയന്മാർ ഇത് അബുദാബിയിൽ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്നും തോന്നരുത്, ക്ലീൻ ആക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നല്ല സൂപ്പറായിട്ട് വരും ക്ലോറക്സേ. ആദ്യം ഉരയ്ക്കാം, എന്നിട്ട് മുക്കിയിടാം. എല്ലാം കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ക്യാമറയുമേയും ക്ലോറക്സ് കുപ്പിയിൽ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ക്ലോറക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കാർ വാഷിൻ്റെ ഇത്തിരി ലിക്വിഡ് ഉണ്ടായി, അതും എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇതേ മുക്കി കമത്തി ഇട്ടിട്ടുണ്ട്. വീട് വരുമ്പോൾ ക്ലോറക്സ് കൂടി മേടിച്ചിട്ട് വരാൻ പറയണം. കാരണം മുക്കിയിടാനുള്ള സാധനം ഉണ്ടായിരുന്നില്ല, ഒരു കാഭാഗം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വെച്ച് കുറേ ഉണ്ടാവുന്നു. ചക്ക അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. ഗ്രേസിനെ കൊണ്ടുവന്നില്ല, അവിടെ ജെയ്സ് റെബേക്കൊക്കെ വന്നാലും അവിടെ ഭയങ്കര കളിയില്ല. തുറ്റി കാട്ടിക്കണേ. ഇവിടെ ഉണ്ടായിരുന്നു ക്ലോറക്സ്, ബാത്റൂമിലുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലല്ലോ. ബ്രഷ് ഇട്ട് വരയ്ക്കേ. കുഴപ്പമില്ല മീൻസ് ആ ക്ലോറക്സ് ഡയറക്റ്റ് തേച്ച് കൊടുത്ത് പോയി. വെള്ളത്തിൽ മിക്സ് ചെയ്തപ്പോ പിന്നെ പോണ ഇച്ചിരി ഉള്ളെങ്കിൽ വെള്ളത്തിലൊന്നും മിക്സ് ചെയ്യോ? സോപ്പ് പൊടിയും കൂടി ഇട്ടാ? ഞാൻ കാർ വാഷ് ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ. കാർ വാഷ് പക്ഷെ ക്ലോറക്സ് ഇച്ചിരി സോപ്പ് പൊടി ഇട്. കാർ വാഷ് ഒഴിച്ചെന്ന് കുറേ. വേറെ ബ്രഷ് എടുത്ത് വരയ്ക്കാട്ടാ, അത് ഭയങ്കര സോഫ്റ്റ് ബ്രഷ് അല്ലേ. ഇതിൽ എനിക്ക് ആവശ്യം ക്ലോറക്സ് ആയിരുന്നു. ക്ലോറക്സ് ഉണ്ടെങ്കിൽ ഇത് പോകുന്ന എനിക്ക് ഉറപ്പാണ്. മേടിച്ചിട്ട് വരാൻ താല്പര്യം. ഓ ജില്ലയുടെ ഭയങ്കരമായിട്ട് കരിഞ്ഞ് ചൂടെടുത്തിട്ട് വയ്യ. നമുക്ക് പള്ളിയിൽ പോകുമ്പോ ക്ലോറക്സ് മേടിക്കാം. അപ്പൊ അടുത്ത കഴിവെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ എന്നിട്ട് കറയാ മായിന്റെ കറ വേണ്ട,
അത് ഈ ഇതെല്ലാം യൂസ് ചെയ്യണ്ട വേറെ ബ്രഷ് തരാം ഞാൻ. അകത്തേക്ക് പോയിട്ടാണ് പോയിട്ട് എടുത്തിട്ട് വരാം. പിന്നെ നോക്കിയാൽ ഇപ്പം എൻ്റെ പരിപാടി നടക്കില്ല. തൽക്കാലം ഇതിൽ ഞാനിവിടെ അവസാനിപ്പിക്കണം. ഇപ്പം തൽക്കാലം വേണം മുമ്പത്തേക്കാൾ 1000 മടങ്ങ് വേണം. ഇതേനിട്ട് ഞാൻ കോഴിക്കോട്ടിലും പോകും, ഇതേനിട്ട് ഞാൻ പള്ളിയിലും പോകും, ഇതേനിട്ട് ഞാൻ കല്യാണത്തിനും പോകും. പക്ഷെ കൊള്ളാട്ടോ, സൂപ്പറാണ്. എനിക്ക് ഇതിൻ്റെ ഈ ഓട്ടകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതങ്ങനെയാണ് ക്രോക്സ്. പക്ഷെ സംഭവം സൂപ്പറാണ്. ഇടാനും നല്ല സുഖമുണ്ടല്ലേ? ഇടാനൊക്കെ സുഖമുണ്ട്. പക്ഷെ പെട്ടെന്ന് പൊടി പിടിക്കണം കളർ ഇതായോണ്ട്. അത് നമ്മുടെ പൊടിയുള്ള അന്തരീക്ഷം അതിനങ്ങോട്ട് യോജിക്കുന്നുണ്ടാവില്ല. കൊള്ളാട്ടാ, സൂപ്പറായിട്ടാ. പക്ഷെ എന്റെ ഉള്ളിലത്തെ ഇച്ചിരി പോകാനുണ്ട്. എനിക്കിത്ര ഓക്കെ.